ഹലോ, ദിസ് ഈസ് ഷാഹിദ് അലി ആൻഡ് ദിസ് ഈസ് മൈ പോഡ്കാസ്റ്റ് നമ്പർ 17. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് എക്സാംസ് റിലേറ്റഡ് ആയിട്ട് മീൻസ് എക്സാമിന് എന്ത് ചെയ്യാം, എക്സാമിൻ്റെ തൊട്ട് തലേന്ന് എന്തൊക്കെ ചെയ്യണ്ടേ, എക്സാംസിന് എന്തൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത്. ഈ പോഡ്കാസ്റ്റിൻ്റെ ഉദ്ദേശം അതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇനി നമുക്ക് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, വളരെ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ എന്ന് പറയാം. അത്ര ദിവസം കൊണ്ട് പുതിയ കാര്യങ്ങൾ ഫസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, പുതിയ കാര്യങ്ങൾ പഠിക്കാതിരിക്കുക. ദാറ്റ് മീൻസ് നിങ്ങൾ ഇതുവരെ ടച്ച് ചെയ്യാതെ, ഇതുവരെ നോക്കാത്ത, ഇതുവരെ തീരെ നമ്മൾ ആ ഏരിയയിലോട്ട് പോകാത്തൊരു സാധനം ഇപ്പം ഇരുന്ന് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ടൈം അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ അത്രയും ടൈം അതിന് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ബിഗ് ലോസ് ആയിരിക്കും അത്. കാരണം പണ്ട് പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ റിവൈസ് ചെയ്യാനുള്ളൊരു സമയം ഇപ്പം നമുക്ക് ഉണ്ടാവില്ല. അത് ഭയങ്കര എഫക്റ്റ് ചെയ്യും. സോ ഇനി അതല്ല, നിങ്ങൾക്ക് ആ പറഞ്ഞ ടോപ്പിക്ക് പഠിച്ചേ പറ്റൂ, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ടോപ്പിക്കാണ്, അല്ലെങ്കിൽ അത് പഠിച്ചേ ഒക്കൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ടൈം അലോട്ട് ചെയ്യുക അതിന് മാത്രം. കുറച്ച് ടൈം, എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 30 മിനിറ്റ്സ് ആ സാധനം പഠിക്കാൻ, ബാക്കി സമയം ഞാൻ പഴയ തന്നെ പഠിക്കുന്നത്. ആറ്റ് ഈവനിങ്ങിലും ഒരു 30 മിനിറ്റ്സ് ആ സാധനം പഠിക്കാൻ അത്രേ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ ഞാൻ അതിന് മൊത്തം ഒരു ഡേ 2 ഡേ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറയാൻ നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് കുറയും. കാരണം നിങ്ങൾ പണ്ട് മുമ്പ് പഠിച്ച് നമ്മൾ റിവൈസ് ചെയ്യണം. കാരണം ഈ സമയം വന്നത് റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ ഈ സമയത്ത് റിവൈസ് ചെയ്താൽ പുതിയ കാര്യം പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, സിറ്റുവേഷൻ ആകെ കൈവിട്ട് പോകും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ പഠിച്ചേ ഒക്കൂ, അല്ലെങ്കിൽ ആ ഏരിയ ഇനി പഠിച്ചേ ഒക്കൂ എന്നുള്ളൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നമുക്കുണ്ടാവുമല്ലോ, ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ഞാൻ വിട്ടുപോയി, അപ്പം എനിക്കത് പഠിച്ചേ വെക്കും, എനിക്ക് സമാധാനമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ പറഞ്ഞ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മിനിറ്റ്സ് മോർണിംഗ്, 30 മിനിറ്റ്സ് ഈവനിങ് എന്നുള്ള രീതിയിൽ അങ്ങനെ ടൈം അലൗട്ട് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഞാൻ ഇന്നലെ വാട്സപ്പ് ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രാക്ടീസ് എം സി ക്യു മാത്രം പ്രാക്ടീസ് ചെയ്യല്ല, അങ്ങനെയല്ല. അതും 20 മിനിറ്റ്സോ 15 മിനിറ്റ്സോ എം സി ക്യൂസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഇറ്റ്സ് അപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെന്നുള്ളത് നിങ്ങളുടെ ഡിസിഷൻ. അല്ല, മിക്സ് ചെയ്ത് സബ്ജക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാനാണെങ്കിൽ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, മോർണിംഗ് ഒരു DTയിൽ ഒരു 20 MCQ അല്ലെങ്കിൽ ഒരു 30 MCQ, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു ഏതെങ്കിലും വേറെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഒരു 30 MCQ, ആൻഡ് ഈവനിങ്ങിൽ അത് ഒരു 50 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ. അത്രയൊന്നും ചെയ്തിങ്ങനെ നോക്കാൻ ജസ്റ്റ് ഒരു കോൺഫിഡൻസ്. അല്ലെങ്കിൽ നമ്മൾ MCQ റിവൈസ് ചെയ്യുമ്പം, അല്ലെങ്കിൽ MCQ നമ്മൾ ചെയ്യുമ്പോൾ ആക്ച്വലി ഇറ്റ്സ് റിവിഷൻ. നമ്മൾ MCQ ചെയ്ത് വരുമ്പം ചിലപ്പം അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ ആ ബുക്ക് എടുത്ത് പോയി നോക്കും, അല്ലെങ്കിൽ ആ പ്രൊവിഷൻ നമ്മൾ അപ്പം തന്നെ പഠിക്കുക. ഇപ്പോൾ MCQ ചെയ്യുമ്പോൾ രണ്ടുണ്ട് ഗുണം. ഒന്ന്, MCQ പ്രാക്ടീസോ, 2 ഒരു റിവിഷനോ ആവും. ആക്ച്വലി MCQ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു റിവിഷൻ പോലെയാണ്. അപ്പോൾ MCQ ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ് ഈ ഒരു സമയത്ത്. അതിപ്പോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ തുടങ്ങണം. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇപ്പം തന്നെ തുടങ്ങിയിട്ടില്ല വെച്ചാൽ ഇപ്പം തന്നെ തുടങ്ങണം. ഓക്കെ, ദെൻ ഈ 2 കാര്യം ആദ്യം ശ്രദ്ധിക്കുക. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എക്സാംസിൻ്റെ ഇതിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എക്സാംസിന് നമ്മളിപ്പോൾ 4 പേപ്പറാണ്, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ 4 പേപ്പറിൽ മിനിമം 2 പേപ്പേഴ്സ് എക്സാംഷൻ ടാർഗറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള 2 സബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ, അതായിരിക്കും നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുണ്ടാവുക, നല്ലോണം നോക്കിയിട്ടുണ്ടാവും. നമ്മളെ ഫേവറേറ്റ് സബ്ജക്റ്റ് എങ്ങനെയായാലും എല്ലാവർക്കും വേണം ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം DT ഫേവറേറ്റ്, ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ഫേവറേറ്റ് ആണ്, മാനേജബിളാണ്. കോസ്റ്റിങ്ങും ലോ ആയിരിക്കും ഫസ്റ്റ് ഗ്രൂപ്പിൽ എനിക്ക് മാനേജബിൾ അല്ലാത്ത, എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ എപ്പോഴും ടാർഗറ്റ് ചെയ്യുക ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ DT IDTയും ഞാൻ എന്ത് ചെയ്യും, മാക്സിമം സ്കോർ ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും എൻ്റെ ടാർഗറ്റ്. മാക്സിമം എന്ന് പറഞ്ഞാൽ ഞാൻ ലിമിറ്റ് ചെയ്യില്ല. അപ്പോൾ 60 എന്നുള്ള ലിമിറ്റൊന്നുമില്ല. പേപ്പർ DT പേപ്പർ എനിക്ക് കിട്ടി. ഞാൻ നോക്കി വന്നപ്പം ഇറ്റ്സ് വെരി കംഫർട്ടബിൾ പേപ്പർ. ഞാൻ എങ്ങനെയാണോ പഠിച്ചത്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒതുങ്ങാവുന്നൊരു പേപ്പറില്ലേ, അമ്മാരി ഫീലിലൊരു പേപ്പർ എനിക്ക് കിട്ടി. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പിന്നെ നോക്കരുത്, പിന്നെ ഒന്നുമില്ല. അത് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്കോർ ചെയ്യാം. അതിന് ഒരു എക്സ്ക്യൂസും ഇല്ല. അത് എത്രയെന്നില്ല, ഇപ്പോൾ 60 അങ്ങനെയൊന്നുമില്ല. എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രസൻറ്റേഷൻ. അത്ര പെർഫെക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് ഈസിയുള്ള പേപ്പറാണ്, അത് വെറുതെ കൈവിട്ട് കളയണം. അത്രയും നല്ലൊരു പേപ്പർ നമുക്ക്, അത് എല്ലാവർക്കും ഈസിയാണ്, നമുക്ക് ഈസി, നമ്മൾ നോക്കിയാൽ നമുക്ക് ഈസിയാണോ, ആ പേപ്പർ കംഫർട്ടബിൾ ആണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും വെതർ കംഫർട്ടബിൾ ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാം, എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത്രത്തോളം ട്രൈ ചെയ്യാം. കാരണം എപ്പോഴും എത്ര ഹൈ സ്കോർ ചെയ്യാൻ പറ്റും അത്രയും സ്കോർ ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. കാരണം നമ്മൾ മിസ് ഔട്ട് ആവുന്നത് ഗ്രൂപ്പിൽ നമ്മൾ പഠിക്കാഞ്ഞിട്ടല്ല. ഈ കൂടുതൽ ആൾക്കാർ ഫെയിൽ ആവുന്നത് ഈ പറഞ്ഞ CMAയിലോ CAയിലൊക്കെ ഫെയിൽ ആവുന്നതിൻ്റെ റീസൺ പഠിക്കാഞ്ഞിട്ടല്ല. എല്ലാവരും പഠിക്കുന്നുണ്ട്, എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. ഈ എക്സാംസിൽ ഇതേപോലെ അവർ എഴുതുമ്പം മാർക്ക് കുറഞ്ഞു പോകുന്ന അവർ ഒരു ലിമിറ്റഡ് പഴയ രീതിയിലാണ് +1 +2 ചെയ്യുന്ന പോലെ തന്നെ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുകൊണ്ടാണ് ആക്ച്വലി അതൊക്കെ അഗ്രിഗേറ്റ് കിട്ടുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും 40 വന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ വന്നിട്ട് അഗ്രിഗേറ്റ് കിട്ടാതെ പോകുന്നത്. അതവർ പഠിക്കാഞ്ഞിട്ടല്ല, നല്ലോണം പഠിച്ചിട്ടുണ്ട് അവർ, പക്ഷേ അവർക്ക് എക്സാം പ്രസൻറ്റേഷനിൽ എവിടെയോ പാളിച്ച് പറ്റി.
അതിനാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെ ആയാലും ഒരു കാര്യമുണ്ട്, 4 പേപ്പറിൽ ഒന്ന് മിക്കവാറും ടഫാകും. അത് നിങ്ങൾ പഴയ പാറ്റേണൊക്കെ എടുത്ത് നോക്കി, എല്ലാ സീരീസിലും എടുത്ത് നോക്കി, എല്ലാ എക്സാംസിലും CA CMA ഏതാണെങ്കിലും അവർ വേണമെങ്കിൽ അധികം ഒരു പേപ്പർ മേ ബി ടഫാക്കാം. അത് ജനറലി ഇത് എൻ്റെ ഒപ്പീനിയനാണ്, ഇത് എൻ്റെ ഇതല്ല. അധികം ഫസ്റ്റ് ഗ്രൂപ്പിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ആയിരിക്കാം മേ ബി ടഫാക്കുക. കാരണം കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു ഈസി പേപ്പറായിട്ട് മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് യു ക്യാൻ എക്സ്പെക്ട് ഒരു ആവറേജ് അല്ലെങ്കിൽ ടഫ്. പക്ഷെ അതിനർത്ഥം ടാക്സേഷൻ ടഫാക്കില്ല എന്നല്ല, വേണമെങ്കിൽ ലോ ടഫാക്കില്ല എന്നല്ല, വേണമെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ടഫാക്കില്ല എന്നല്ല ആക്കാം. പക്ഷേ ടാക്സേഷൻ ടഫാക്കുന്നതിന് ലിമിറ്റഡ്. കാരണം ടാക്സേഷൻ എത്രത്തോളം ടഫാക്കും, സെക്ഷൻ പ്രൊവിഷൻ ചോദിക്കുന്നതല്ലാതെ വേറെ ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് അങ്ങനെയല്ല, ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാം. ഇറ്റ്സ് എ ഫോർമുല ബേസ്ഡ് അല്ലെങ്കിൽ പ്രോബ്ലം ബേസ്ഡ് പേപ്പറാണ്. അതുപോലെ തന്നെ ലോയും സെക്ഷൻ ബേസ്ഡ് ആണ്, എത്രത്തോളം ടഫാക്കും ലിമിറ്റ് ഉണ്ട്. പക്ഷേ ലോയും ട്വിസ്റ്റ് ചെയ്ത് ടഫാക്കാൻ പറ്റുമെങ്കിൽ ടഫാക്കാം. പിന്നെ അതേപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതിനും ടഫാക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഒരു പ്രോസസ് ഡ്രിവൻ സാധനമാണ് ഈ അക്കൗണ്ട്സ്, പ്രോസസ് ഡ്രിവൻ ആണ്. അപ്പം അതുകൊണ്ട് ആ ഉള്ള പോലെ ചോദിക്കാനല്ലാതെ വേറെ ഒന്നും ചോദിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യു ക്യാൻ എക്സ്പെക്ട് എ കോസ്റ്റ് അക്കൗണ്ടിങ് ഫസ്റ്റ് ഗ്രൂപ്പിൽ. സെക്കൻഡ് ഗ്രൂപ്പിൽ വരാൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അടിപൊളി പേപ്പർ, നല്ല ടഫാക്കാം. MCQ ഒക്കെ നല്ല ലെവൽ MCQs ഇടാൻ പറ്റും. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും സെയിം വേ. OPM SM ഒന്നും ഞാൻ അങ്ങനെ ടഫ് പേപ്പർ ലെവലായിട്ട് നിങ്ങളത് ഇതുവരെ ഒരു പാറ്റേൺ കണ്ടിട്ടില്ല. സെയിം വേ ഇൻ കേസ് ഓഫ് കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. ജനറലി ഒരു സുഖമായിട്ട് എക്സംഷൻ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് സെക്കൻഡ് ഗ്രൂപ്പിൽ കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. ആൻഡ് OPM and SM പല ആൾക്കാർക്ക് എക്സംഷൻ പോസിബിൾ ആണ്, പക്ഷേ ചില ആൾക്കാർക്ക് പോസിബിൾ അല്ല എന്ന് പറയും. ഡിപ്പെൻസ്. മാത്സ് ഒക്കെ OPM ഒരു സ്റ്റാറ്റീവ് പോലത്തെ ഒരു സാധനമല്ലേ. സോ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു പേപ്പർ നിങ്ങൾക്ക് ഈസിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ കിട്ടി 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. പിന്നെ ഒന്നും നോക്കണ്ട, അടിച്ച് തകർത്ത് എഴുതുക. അടിച്ച് കയറി വാന്ന് പറഞ്ഞ പോലെ ഒന്നും നോക്കാതെ എഴുതുക. ഇനി സപ്പോസ് ഒരു പേപ്പർ ടഫായിട്ട് കിട്ടി, സപ്പോസ് കോസ്റ്റ് അക്കൗണ്ടിങ് എനിക്ക് പേപ്പർ തന്നപ്പോൾ ടഫായിട്ടാണ്. അപ്പം നമ്മളെ മൈൻഡിൽ വരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടഫാണ് അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന തോറ്റുപോയി, അങ്ങനെയല്ല. അതല്ല വരേണ്ടത്. നമ്മൾ മൈൻഡിൽ വരേണ്ട കാര്യം, ഈ പേപ്പർ ഞാൻ പാസ്സായില്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഞാൻ ഫെയിലാവും. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പേപ്പർ പാസ്സായേ പറ്റും. ഇത് നമ്മൾ ചിന്തിക്കണം, അവിടെ എക്സാം എഴുതുമ്പോൾ ചിന്തിക്കണം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞ സാധനം പാസ്സാക്കി എടുത്തേ പറ്റും. 40 above ക്രോസ് ചെയ്യണം. അതിന് ഓവർകം ചെയ്യാൻ, അതിലെ മാർക്ക് ഓവർകം ചെയ്യാൻ എനിക്ക് മറ്റ് പേപ്പറിൽ ഞാൻ ട്രൈ ചെയ്തോളാം എന്ന്. നമ്മൾ ഏതെങ്കിലും പേപ്പർ എങ്ങനെയാലും നമുക്ക് ഒതുങ്ങുന്ന ഒരു പേപ്പർ 2-3 കിട്ടും, 2 കിട്ടും, മിനിമം 2 ഒതുങ്ങുന്ന പേപ്പർ കിട്ടും. അപ്പം ആ ടഫ് പേപ്പർ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അത് ഹാൻഡിൽ ചെയ്തേ പറ്റും. പല ആൾക്കാരും രണ്ടാമത് ഫെയിൽ ആവേണ്ട റീസൺ, ഒരു ടഫ് പേപ്പർ ഇവന്മാർ ICMA ഇട്ട് കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യില്ല. അത് അവർക്ക് ആകെ കയ്യിൽ നിന്ന് പോയ അത് ആ ഒരു റീസൺ കൊണ്ട് മാത്രം ഫെയിൽ ആവുന്നവരുണ്ട്. ആ പേപ്പർ ഫെയിൽ ആവും. അപ്പം എന്താവും, ബാക്കിയുള്ളതിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഫെയിലായി. മനസ്സിലായി? അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എത്ര ടഫ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും യു ഷുഡ് ഹാൻഡിൽ ഇറ്റ്. അപ്പോൾ സാറേ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനോ ടഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് പോലത്തെ സബ്ജക്റ്റ് ആണെങ്കിൽ ഞാൻ മുമ്പും പറഞ്ഞിരുന്നത്, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പം വർക്കിംഗ് നോട്ട് വെച്ചിട്ട് എഴുതുന്നതല്ല. ഫസ്റ്റ് വർക്കിംഗ് നോട്ട് എന്ത് കൊടുക്കുക, ബേസിക് ഡാറ്റ എന്ന് കൊടുക്കുക. ബേസിക് ഡാറ്റ എന്താ, പ്രത്യേകിച്ച് മാർക്കൊന്നും കിട്ടൂല അതിന്. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ അതേപോലെ എഴുതി വെക്കുകയല്ല, അതിൻ്റെ ഫിഗേഴ്സ് ഓരോന്ന് എഴുതി വെക്കുക ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ. അപ്പം അതൊരു കോൺഫിഡൻസാണ്. ദാറ്റ് മീൻസ് പല ആൾക്കാർക്കും പ്രശ്നം, ഈ സാറേ ഒരു പുതിയ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ സ്റ്റാർട്ടിങ്ങിന് ഇത് നല്ലതല്ലേ. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ വായിക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ഞാൻ വർക്കിംഗ് നോട്ട് നമ്പർ 1 ബേസിക് ഡാറ്റ, ക്വസ്റ്റ്യൻ ഓരോന്ന് സെയിൽസ് ഇത്ര, സെയിൽസ് യൂണിറ്റ് ഇത്ര, ആൻഡ് എന്താ പറയുക കോസ്റ്റ് ഇത്ര, പെർ യൂണിറ്റ് കോസ്റ്റ് ഇത്ര. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ക്വസ്റ്റ്യൻ മൊത്തം ഞാൻ എന്ത് ചെയ്ത് എൻ്റെ രീതിക്ക് ക്വസ്റ്റ്യൻ ഞാൻ മാറ്റി. ഇനി നേരെ അനാലിസിസ് എന്നിട്ട് അടുത്ത വർക്കിംഗ് നോട്ടിൽ ഇതിൽ ഹിഡൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തെങ്കിലും കിട്ടും, ഉറപ്പാണ് കിട്ടായിരിക്കില്ല. കാരണം എത്ര എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും ഹിഡൻ ഇൻഫർമേഷൻസ് എന്തെങ്കിലും കിട്ടും, അത് എഴുതി കൊടുക്കുക, അതിന് മാർക്കുണ്ട്. അങ്ങനെ പതുക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ക്വസ്റ്റ്യൻ ഏകദേശം എത്തിക്കാൻ പറ്റും. അതാണ് സ്റ്റാർട്ടിങ് കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പൊക്കോളും. പിന്നെ എന്തെങ്കിലും ഓർമ്മ വരും, നമ്മൾ പഠിച്ചതല്ലേ. സ്റ്റാർട്ടിങ് കെട്ടി ഇങ്ങനെ പോകുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റും. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ഫുട്ട് വിടരുത്, എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. ദാറ്റ് മീൻസ് ബേസിക് ഡാറ്റ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. യു വിൽ ഗെറ്റ് സംതിങ്. ഞാൻ പറയാം, ഇറ്റ്സ് എൻ്റെ ഗ്യാരണ്ടി. ഓക്കെ, എൻ്റെ ഗ്യാരണ്ടി. അപ്പം അത് ശ്രദ്ധിക്കാം. അപ്പോൾ അതൊന്ന് പ്രത്യേകം എനിക്ക് പറയണമെന്ന് തോന്നി, അതാണ് അത് പറഞ്ഞത്. എക്സാം ടിപ്പിൻ്റെ ഒരു കാര്യം തന്നെയാണ് അത്. പക്ഷേ ഇത് നമ്മൾ പഠിച്ചിട്ടും ഫെയിലാവുന്നത്, സത്യം പറയാം, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടായി പഠിക്കുന്നത്. കുറേ അതിൻ്റെ ഇടയിൽ ഫംഗ്ഷൻസ് വരും, ഫ്രണ്ട്സിൻ്റെ പാർട്ടീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ട്രിപ്പ് ഉണ്ടാവും. ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല. പുതിയ സിനിമകൾ ഇറങ്ങും, അതിന് പോകാറില്ല. വീട്ടിൽ ഒരുപാട് പരിപാടികൾ, ചടങ്ങുകൾ ഒക്കെ നടക്കും, അതിനൊന്നും ഞാൻ പോകാറില്ല. നാട്ടിലൊരുപാട് ഇൻസിഡൻസ്, സംഭവങ്ങളൊക്കെ നടക്കും, അതൊന്നും ഞാൻ അറിയാറില്ല, പോകാറില്ല. ഞാൻ കൂടുതൽ സ്റ്റഡീസിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. എന്നിട്ടും തോൽക്കുന്നതിൻ്റെ റീസൺ ഞാൻ പറയുന്നത്, അതായത് നിങ്ങൾ പഠിക്കാഞ്ഞിട്ടല്ല. എല്ലാവരും പഠിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, ഞാനും പഠിച്ചിട്ട് ഞാൻ തോറ്റിട്ടുണ്ട്. അതിൻ്റെ റീസൺ മനസ്സിലാക്കാത്ത പക്ഷം നമ്മൾ വീണ്ടും ഫെയിലാവുക ചെയ്യുക. മനസ്സിലായോ? അപ്പം കഴിഞ്ഞ
വീഡിയോൻ്റെ കമൻറ്റ്, കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു കമൻറ്റ് വന്ന്, കഴിഞ്ഞ പോഡ്കാസ്റ്റിൻ്റെ ഇതിൽ ഒരു കമൻറ്റ് വന്ന്. കമൻറ്റ് ഇതായിരുന്നു, ഞാൻ ഒരുപാട് തോറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ടായിരുന്ന കാര്യം, എന്നോട് ആ കമൻറ്റിൽ ചോദിച്ചാൽ നിങ്ങൾ ഒരുപാട് തോറ്റു എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താണ് ആ തോൽവിയിൽ നിന്ന് പഠിച്ചത് എന്ന് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അപ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച് ഈ പോഡ്കാസ്റ്റിൽ ഞാൻ റിപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ തോൽവിയിൽ നിന്ന് പഠിച്ചത് കൊണ്ടാണ് പിറ്റത്തെ അറ്റംപ്റ്റുകളിൽ എനിക്ക് പാസ്സാവാൻ പറ്റിയത്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നത്. അതാണ് അതിൻ്റെ റീസൺ. അപ്പം ഞാൻ തോൽവിയിൽ നിന്ന് പഠിക്കുന്നതും നിങ്ങൾ തോൽവിയിൽ നിന്ന് പഠിക്കുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ ജനറലി ഒരു കാര്യം പറയാം. നമ്മളുടെ മിസ്റ്റേക്സ്, അത് നമ്മൾ എക്സാംസ് ആണെങ്കിലും ഏതാണെങ്കിലും എന്ത് കേസാണെന്നുണ്ടെങ്കിലും നമ്മളുടെ മിസ്റ്റേക്സ് നമ്മൾ കണ്ടെത്താത്ത പക്ഷം, ദാറ്റ് മീൻസ് എന്തുകൊണ്ട് ഫെയിലായി എന്ന് കണ്ടെത്താത്ത പക്ഷം നമ്മൾ വീണ്ടും ഫെയിലാവുകയുള്ളൂ. ആ ലൂപ്പിൽ ഇങ്ങനെ കിടന്ന് കളിക്കും. മനസ്സിലായോ? കാരണം നമ്മളെ ഫെയിലിയർ എന്തുകൊണ്ട് നമ്മൾ ഫെയിലായി എന്ന് അന്വേഷിച്ച് കറക്റ്റായിട്ട് അതിൻ്റെ റീസൺ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫെയിലാവില്ല. സത്യം പറയാം. പിന്നെ ഫെയിലാവുന്നതിന് മീൻസ് ഇപ്പം ഞാനൊരു ഗ്രൂപ്പ് എക്സാം എഴുതി, ആ എക്സാം എഴുതിയിട്ട് എവിടെയാണ് ഫെയിലായത്, എന്തുകൊണ്ട് ഫെയിലായി എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതിൽ പാസ്സാവും. സത്യം പറയാം. അല്ലാത്ത പക്ഷം നമ്മൾ ആ ലൂപ്പിലായിരിക്കും. ദാറ്റ് മീൻസ് ഞാൻ ഇങ്ങനെ പല ആൾക്കാരും പറയുന്നുണ്ട്, സാറേ ഞാൻ 6 അറ്റംപ്റ്റായി. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര അറ്റംപ്റ്റ് എടുത്ത്? ഒരു അറ്റംപ്റ്റിന് അടുത്ത അറ്റംപ്റ്റ് പോകുമ്പോൾ നിങ്ങൾ അനലൈസ് ചെയ്തില്ല കഴിഞ്ഞ അറ്റംപ്റ്റ് എന്തുകൊണ്ട് പരാജയപ്പെട്ടെന്ന് പല കുട്ടികളെ ചെയ്യാറില്ല. സത്യം പറയാം, പല കുട്ടികളെ ചെയ്യാറില്ല. അവർ ഇങ്ങനെ ലൂപ്പിൽ ഇങ്ങനെ പോകും. ദാറ്റ് മീൻസ് ആ അറ്റംപ്റ്റ് പൊട്ടി അടുത്ത് കൊണ്ടും അതേപോലെ സെയിം സ്ട്രക്ചറിൽ സെയിം വേയിൽ ഇങ്ങനെ പഠിച്ചു പോകുന്നു. എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് മനസ്സിലാക്കണം ആദ്യം. മനസ്സിലായി? അപ്പോഴും അത് ചെയ്യാത്ത പക്ഷേ അതിപ്പോൾ എന്താണെങ്കിലും എക്സാംസ് മാത്രമല്ല, നമ്മളൊരു സംഭവം ചെയ്ത് ഫെയിലായി കഴിഞ്ഞാൽ വൈ യു ഫെയിൽഡ് എന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ഫെയിലാവില്ല. വീണ്ടും ഫെയിലായാൽ തന്നെ അത് ഓവർകം ചെയ്യാൻ പറ്റും, അത് സക്സസ് ആക്കാൻ മാറ്റാൻ പറ്റും. അതാ പറയുന്നത്. അത് പല ആൾക്കാരും ചെയ്യാറില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ വൈ യു ഫെയിൽഡ്. അപ്പം ആ വൈ യു ഫെയിൽഡിൻ്റെ കുറച്ചൊക്കെ റീസൺസാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഗ്രിക്കറ്റ് കിട്ടാത്തത്, പ്രോപ്പറായിട്ട് എക്സാംസ് എഴുതാത്തത്, പഠിക്കാഞ്ഞിട്ടല്ല, പ്രോപ്പറായിട്ട് എക്സാംസ് എഴുതില്ല. എക്സാംസിൽ ഒരുപാട് മിസ്റ്റേക്സ് അവർ വരുത്തും. 3 hours പാനിക്കാവും, 3 hours ടെൻഷനാവും. സോ അത്രയും പഠിച്ചത് 3 hours നമ്മൾ വേസ്റ്റാക്കി കളയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ വൈ യു പാനിക്കാവുന്ന എന്തിനാ, ടെൻഷനാവുന്ന എന്തിനാ? അൾട്ടിമേറ്റ്ലി റിസൾട്ട് വരും. എന്ത് റിസൾട്ടാണെങ്കിലും നമ്മൾ ഫേസ് ചെയ്തേ പറ്റുമോ, വേറെ ഒന്നും ചെയ്യാനില്ല. ശരിയല്ലേ? അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെയാണ് നമ്മളെ പാരൻസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഫെയിലാണെന്നുണ്ടെങ്കിലും അവർ അത്രയും റൂഡ് പാരൻസ് ആണെന്നുണ്ടെങ്കിലും ദേ വിൽ സപ്പോർട്ട്. പാരൻസ് അല്ലാതെ പിന്നെ ആരോട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക? ഒരു കുട്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല വേറെ. പക്ഷേ പാരൻസ് നമ്മൾ എന്തായാലും അൾട്ടിമേറ്റ്ലി സപ്പോർട്ട് ചെയ്യും. ഫെയിലാണെങ്കിലും വിജയമാണെങ്കിലും എന്താണെങ്കിലും സപ്പോർട്ട് ചെയ്യും. അപ്പം അത് ശ്രദ്ധിക്കാം. പിന്നെ എക്സാംസിൻ്റെ കേസിൽ എക്സാം ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ 3 hours നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 3 hours ആണ് നിങ്ങളുടെ ഏറ്റവും, നിങ്ങൾ ഇത്രയും പഠിച്ച, ദാറ്റ് മീൻസ് 2-3 months പഠിച്ച ആ ഫുൾ സാധനത്തിൻ്റെ ഔട്ട്പുട്ട് വരാൻ പോകുന്നത് ആ 3 hours. സോ 3 hours നിങ്ങൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യു ആർ വേസ്റ്റിംഗ് ലാസ്റ്റ് 3 months. കഴിഞ്ഞ 3 മാസങ്ങൾ വേസ്റ്റ് ചെയ്യുക ചെയ്തത്. സോ ആ 3 hours അൾട്ടിമേറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എക്സാമിൻ്റെ തലേന്ന് പല ആൾക്കാരും പറയും എക്സാമിൻ്റെ തലേന്ന് പഠിക്കാൻ പാടില്ല, എക്സാമിൻ്റെ തലേന്ന് നമ്മൾ എന്താ പറയുക ഉറങ്ങണം, നല്ലോണം ഉറങ്ങണം. ഉറക്കമൊക്കെ വേണം, പക്ഷെ എക്സാമിൻ്റെ ബെല്ലടിക്കുന്നത് വരെ പഠിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവൈസ് ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. എത്രത്തോളം റിവൈസ് ചെയ്യുന്നോ അത്രത്തോളം ആ സബ്ജക്റ്റ് കംഫർട്ടാവും. സത്യം പറയാം, നിങ്ങൾ എത്ര ടൈംസ് റിവൈസ് ചെയ്യുന്നോ അത്രയും ടൈംസ് നമ്മൾ ആ സബ്ജക്റ്റിനോട് കംഫർട്ടാവും. അപ്പം ഇനിയുള്ള ദിവസം എന്ത് ചെയ്യുക, മാക്സിമം റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ എക്സാമിൻ്റെ തലേന്ന് ഞാൻ ഒരു കാര്യം പറയാം. എക്സാമിൻ്റെ തൊട്ട് തലേന്ന് അല്ലെങ്കിൽ എക്സാമിൻ്റെ ഒരു ഗ്യാപ്പില്ലേ, നെക്സ്റ്റ് എക്സാമൊക്കെയുള്ള ഒരു ഗ്യാപ്പ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സാമിൻ്റെ തൊട്ട് മുന്നേ ഒന്ന് ആലോചിച്ച് നോക്കി. എക്സാമിൻ്റെ തൊട്ട് മുന്നേ ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റ്, ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റ് 100% എനിക്കൊന്ന് നോക്കാം. ദാറ്റ് മീൻസ് ആ വിത്തിൻ 1.5 days കൂട്ടാം. 1.5 days മൊത്തം എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വേറെ കോൺഫിഡൻസ് എന്താ അവിടെ ഉള്ളത്? എക്സാം എഴുതാൻ അപാര കോൺഫിഡൻസ് ആയിരിക്കും. നേരെ മറിച്ച് നിങ്ങളൊരു 10%, 20% മാത്രമേ 1.5 ദിവസത്തിനുള്ളിൽ നോക്കുന്നുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ വളരെ ലോ ആയിരിക്കും. അപ്പോൾ സാറേ എങ്ങനെയാണ് 1.5 ദിവസം കൊണ്ട് ഈ പറഞ്ഞ 100% നമ്മൾ പഠിക്കാം? അതിനാണ് ഇപ്പോൾ ഇത്രയും നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ 1.5 ദിവസത്തേക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് 1.5 ദിവസത്തേക്ക് ഫുൾ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾ പഠിച്ചത്. അപ്പം ആ 1.5 ദിവസത്തിൽ 100% മൊത്തം കൺസെപ്റ്റുകൾ, ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നില്ല, ലൂപ്പായിട്ട് നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കല്ലേ. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ ചെയ്യണം, അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാനുള്ള സമയമാണ്, എല്ലാ ചറപറ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട. ദാറ്റ് മീൻസ് ആ 1.5 ദിവസത്തിൽ കംപ്ലീറ്റ് ചാപ്റ്റർ വൈസ് കൺസെപ്റ്റ് മൊത്തം ഒന്ന് നോക്കിപ്പോകാൻ പറ്റണം.
അതിനനുസരിച്ച് ടൈം അലോട്ട് ചെയ്ത് അതിനനുസരിച്ച് ഉറക്ക സമയം എല്ലാം അലോട്ട് ചെയ്ത് പക്കയാക്കി പോയി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ആ സബ്ജക്റ്റ് അൾട്ടിമേറ്റ്ലി അടിപൊളിയായിരിക്കും. നിങ്ങളെ കോൺഫിഡൻസ് ഇവൻ എന്തോ ടഫ് സബ്ജക്റ്റ് ടഫായിട്ട് എക്സാം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കത് സൂപ്പറായിട്ട് എഴുതാൻ പറ്റും. ഒരു ഇവൻ എത്ര ടഫാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ആ ടഫ് ഫീൽ നമുക്ക് ഒരു പാനിക് ഫീൽ ഇല്ലേ, ആ പാനിക് ഫീൽ വരില്ല. ഇതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് ഇറ്റ്സ് മൈ ഫോൾ ഫ്രം മൈ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പം അത് ആ 1.5 ദിവസം കൊണ്ട് ഇത് ഒതുക്കാൻ മാക്സിമം അത്രയും ആ ഫുൾ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി നിങ്ങൾ ചെയ്തിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് എങ്ങനെയെങ്കിലും ചെയ്തിരിക്കണം. ആ 1.5 ദിവസം ഈസ് റിയലി റിയലി ഇമ്പോർട്ടൻറ്റ്. എക്സാമിൻ്റെ തൊട്ട് തലേന്ന് ഈസ് റിയലി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് അടുപ്പിച്ച് എക്സാം വരുന്നത് ദാറ്റ് മീൻസ് നമ്മളെ 8 പേപ്പർ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന ആൾക്കാരും ഇതുപോലെ തന്നെ തൊട്ട് തലേന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ എക്സാംസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സ്റ്റെപ്പ് വൈസ് എക്സാം എഴുതാൻ ശ്രമിക്കുക. കാരണം സ്റ്റെപ്പ് വൈസ് മാർക്കാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ സ്റ്റെപ്പ് മാർക്ക് എന്ത് ചെയ്യുക, ഇത് ഓരോന്നോരോന്ന് എഴുതുക. അതുപോലെ തന്നെ പല കുട്ടികളും മാർക്ക് കുറയാനുള്ള റീസൺ DT ടാക്സേഷൻ സബ്ജക്റ്റിലൊക്കെ മാർക്ക് കുറയാനുള്ള റീസൺ ഫൈനൽ ആൻസർ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഫൈനൽ ആൻസർ മാത്രം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ഫൈനൽ ആൻസർ മാത്രം എഴുതിയാൽ പോരാ. ദാറ്റ് മീൻസ് സ്റ്റെപ്പ് എഴുതേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നോട്ട്സ് എഴുതണം. നമ്മൾ സൂപ്പർ 40 അല്ലെങ്കിൽ ടർബോ 40 ചെയ്തപ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. IDTയുടെ ടർബോ 40 ചെയ്തപ്പം എങ്ങനെയാണ് നോട്ട് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എല്ലാത്തിനും നോട്ട് കൊടുക്കണം. എത്രത്തോളം നോട്ട് കൊടുക്കണം അതൊക്കെ എഴുതണം. അതെങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് യു ക്യാൻ വാച്ച് ദാറ്റ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പം സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഫുൾ എഴുതുക. ദാറ്റ് മീൻസ് അതിൻ്റെ ആൻസർ മൊത്തം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിനുശേഷം നോട്ട് എഴുതുക. അതിനുശേഷം ബ്രാക്കറ്റിൽ നോട്ട് 1, നോട്ട് 2, നോട്ട് 3 എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനും നോട്ട് കൊടുക്കുക. നല്ലോണം നോട്ട് കൊടുക്കുക. കാരണം നിങ്ങളെപ്പോഴും എക്സാം എഴുതേണ്ടത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ പേപ്പർ നോക്കുന്ന ആൾക്ക് ഈ പറഞ്ഞ സംഭവത്തിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. നമ്മൾ അയാൾക്ക് ധാരണ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മളുടെ പേപ്പർ പ്രസൻറ്റേഷൻ. എൻ്റെ പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നമ്മളെപ്പോഴും എന്ത് എങ്ങനെ എഴുതുക അത് നമുക്കറിയാം, അപ്പോൾ അയാൾക്കും അറിയുണ്ടാവും എന്ന് വെച്ചിട്ട് നമ്മൾ ആ രീതിക്ക് എഴുതുക. അങ്ങനെയല്ല, നമ്മൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അസംഷൻസ് വല്ലതും എടുക്കുന്നുണ്ടെങ്കിൽ അസംഷൻസ് നമ്മൾ കോട്ട് ചെയ്യണം. കാരണം നമ്മളെടുത്ത അസംഷനും അയാളെടുത്ത അസംഷൻ ഡിഫറൻ്റ് ആണെങ്കിലും നമ്മളെ അസംഷൻ ആണെങ്കിൽ നമ്മളത് എഴുതണം. അപ്പോൾ വി ആർ എ CMA, നമ്മൾ CMA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ആ രീതിയിലായിരിക്കണം നമ്മളുടെ പ്രസൻറ്റേഷൻ. മീൻസ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ക്ലയൻ്റാണ്. അപ്പോൾ ക്ലയൻറ്റിനുള്ള മറുപടി ആയിരിക്കണം നമ്മളുടെ പ്രസൻറ്റേഷൻ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചിന്തിച്ച് എക്സാം എഴുതി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം എഴുതുമ്പോൾ സെക്ഷൻ കോട്ട് ചെയ്യണോ എന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെക്ഷൻ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പ്ലസ് പോയിൻ്റ് ആക്ച്വലി. അപ്പോൾ സെക്ഷൻ കോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറയും. ഇനി സെക്ഷൻ തീരെ അറിയില്ല, ഒരു മാർഗ്ഗമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം ഒരു പരിപാടി ഉണ്ടല്ലോ, ഒരു സ്ഥിരം പയറ്റ് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട്, ആസ് പെർ ദി പ്രൊവിഷൻ ഓഫ് ദി CGST ആക്ട്, അങ്ങനെ ഇതാണ്. സെക്ഷൻ അറിയാത്ത സെക്ഷൻ വെറുതെ എന്ത് ചെയ്ത് ഗ്യാസ് അടിച്ച് ചെയ്തരുത്. ഫുൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഇവൻ ദോ ആൻസേഴ്സ് കറക്റ്റ് ആണെങ്കിൽ സെക്ഷൻ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ഓക്കെ, സെക്ഷൻ തെറ്റായിട്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. ദെൻ അൾട്ടിമേറ്റ്ലി അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർലൈൻ ചെയ്യുക. ദാറ്റ് മീൻസ് ഇപ്പം നമ്മളിപ്പോൾ ഒരു പാരഗ്രാഫ് എഴുതി അല്ലെങ്കിൽ ഒരു പോയിന്റ്, കുറച്ച് പോയിൻറ്റ്സ് എഴുതി. ആ പോയിൻറ്റ്സിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഇപ്പോൾ ലോ പോലത്തെ, ഇത് ഞാൻ കൂടുതൽ പറയുന്നത് ലോ പോലത്തെ സബ്ജക്റ്റിനാണ്, ലോ ഓഡിറ്റ് അങ്ങനത്തെ തിയറി ബേസ്ഡ് സബ്ജക്റ്റിന്. അല്ലെങ്കിൽ നമ്മൾ നോട്ട്സൊക്കെ എഴുതാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിയറി ഇങ്ങനെ എഴുതി പോകുമ്പോൾ അതിനുള്ളിലായിരിക്കും നമ്മളുടെ പോയിന്റ് ഉണ്ടാവുക, കീ പോയിന്റ്. ബാക്കിയൊക്കെ നമ്മളെ ഓൺ വേർഡ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ കീ പോയിന്റ് അല്ലെങ്കിൽ കീ സെക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, താഴെ അണ്ടർലൈൻ ചെയ്യുക. പെൻസിലുണ്ടോ അല്ലെങ്കിൽ പെന്നുണ്ടോ, പെന്നോണ്ടായാലും മതി, അല്ലെങ്കിൽ യു ക്യാൻ യൂസ് പെൻസിൽ. ഐ തിങ്ക് പെൻ ഈസ് ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ പെന്നോണ്ട് തന്നെ താഴെ ഒന്നിങ്ങനെ അണ്ടർലൈൻ ചെയ്യാം. അപ്പോൾ എന്തിനാണത് അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? എടാ, ഈ പേപ്പർ നോക്കുന്ന ആളൊരു മനുഷ്യനാണ്, ശരിയല്ലേ? റോബോട്ടൊന്നും അല്ലല്ലോ, പേപ്പർ നോക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അയാൾ പെട്ടെന്ന് ഇപ്പം നമ്മളൊരു സ്ഥലത്ത് കൂടെ അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഒരു വീട് കാണുകയാണ്. ഓക്കെ, ഒരു വലിയ വീട്. ആ വലിയ വീടിൻ്റെ മുന്നിൽ ഒരു കോലം വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് നമ്മളുടെ നോട്ടം ആ കോലത്തിലോട്ടാണോ ആ വീട്ടിലോട്ടാണോ പോകുക? ആ കോലത്തിലോട്ടാണ് പോകുക. കാരണം എന്താ, അതിനാണ് വെച്ചത്. അപ്പം ആ കോലത്തിലോട്ടാണ് പോകുക. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പേപ്പർ അയാളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ നോട്ടം, അയാൾ മനുഷ്യനല്ലേ, അയാളുടെ നോട്ടം നേരെ എങ്ങോട്ടാണ് പോവുക? ഈ അണ്ടർലൈൻ ചെയ്തോടത്ത് പോകും, ശരിയല്ലേ? ചില ആൾക്കാർ കാണാൻ ഞാൻ കണ്ടിട്ടുണ്ട്, ചില സർട്ടിഫൈഡ് കോപ്പി കണ്ടപ്പോൾ സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സെക്ഷനൊക്കെ ഇങ്ങനെ സർക്കിൾ ചെയ്ത് വെക്കും ചെറുതായിട്ട്. അപ്പോൾ നേരെ നോട്ടം എന്ത് ചെയ്യും, അവരെ സർക്കിൾ ചെയ്യുന്ന ഞാൻ പറയുന്നില്ല, അണ്ടർലൈൻ ചെയ്താൽ മതി. അപ്പോൾ നേരെ നോട്ടം അതിലോട്ട്. അപ്പോൾ ആ ആൾക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് സെക്ഷൻ അറിയാം, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് പ്രൊഫഷൻ അറിയാം, ഇയാൾ എഴുതുന്നുണ്ടെന്നുള്ള. അപ്പം നമ്മൾ ഉള്ളിൽ എന്ത് എഴുതി കഴിഞ്ഞാലും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമേജാണത്. ആ പേപ്പർ നോക്കുന്ന ആൾക്കൊരു പോസിറ്റീവ് ഇമേജാണ്. അത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കുക, അത് എക്സ്ട്രാ പോയിൻ്റാണ്. പിന്നെ നിങ്ങൾ ആ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമില്ലേ, അത് അപ്പുറത്തും നോക്കിയിരിക്കാനുള്ള ടൈമല്ല.
എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, അപ്പം നമ്മൾ 2 മണിക്ക് കറക്റ്റ് പരിപാടി തുടങ്ങണം. ഇപ്പോൾ 2 മണിക്ക് എക്സാമിന് 1:45 പേപ്പർ കിട്ടി, 2 മണിക്ക് പരിപാടി കറക്റ്റ് തുടങ്ങണം. അപ്പം 2 മണിക്കല്ല ചിന്തിക്കേണ്ടത് ഞാൻ ഏത് ക്വസ്റ്റ്യൻ ആദ്യം എഴുതുന്നുള്ളത്. അത് ചിന്തിച്ച് തീർന്ന്, അത് ചിന്തിക്കാൻ വേണം 15 മിനിറ്റ് സമയം പോകും. അപ്പോൾ ഈ 15 മിനിറ്റ് ഞാൻ പേപ്പർ വായിക്കുമ്പോൾ തന്നെ ഞാൻ മാർക്ക് ചെയ്യണം ഏതാണ് ആദ്യം എഴുതുന്ന ക്വസ്റ്റ്യൻ, ഏതാണ് രണ്ടാമത് എഴുതുന്ന ക്വസ്റ്റ്യൻ. ഇതിങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ പോകണം. 2 മണിയാവുന്ന ഒന്നാമത് എഴുതാൻ വരുന്ന ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുന്നത് എഴുതുന്നത്, പിന്നെ അവിടെ വേറെ ചിന്താഗതി ഇല്ല. അപ്പോൾ ഇതെങ്ങനെ സെലക്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും നിങ്ങൾക്ക് കംഫർട്ടബിൾ, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാലും ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കിട്ടും. അതാണ് ആദ്യം എഴുതുക. അതെങ്ങനെ എഴുതി കംപ്ലീറ്റ് നല്ല ഡിപ്പായിട്ട് പക്കയായിട്ട്, എന്താ വെച്ചാൽ ഇത് നോക്കിയാൽ സജസ്റ്റ് ആൻസർ വരെ കണ്ടു തള്ളുന്ന രീതിയിലായിരിക്കും നമ്മളെ പ്രസൻറ്റേഷൻ, ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ ഇത്രയും പെർഫെക്റ്റ്ലി എഴുതിയിട്ട് പോവാം. പിന്നെ 3rd 4th അങ്ങനെ. അപ്പോൾ നമ്മളെ ഏറ്റവും അറിയാത്ത, എങ്ങനെയായാലും ഒരു പേപ്പറിൽ എല്ലതും അറിയണം ചിലപ്പോൾ ഇല്ല, ചിലപ്പോൾ എല്ലതും അറിയണമെന്നായിരിക്കാം, ഡിപ്പെൻഡ്സ്. അപ്പം തീരെ അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ലാസ്റ്റിലോട്ട് വെക്കുക, ലാസ്റ്റ് എഴുതിയാൽ മതി, മനസ്സിലായി. അപ്പോൾ ആ രീതിക്ക് വേണം നമ്മളെ പേപ്പർ പറ്റുമ്പോൾ. ഇതും ഒരു ഇതിനകത്തൊക്കെ ഇമ്പ്രസ് ചെയ്യാനാണ്, പേപ്പർ നോക്കുന്ന ആൾ ഇമ്പ്രസ് ചെയ്യാനാണ്. അപ്പോൾ അയാൾ ഇമ്പ്രസ്ഡ് ആയിക്കഴിഞ്ഞാൽ, മനുഷ്യനല്ലേ, അതാണ് ഞാൻ പറയുന്നത്, അയാൾ മനുഷ്യനല്ലേ, അയാൾ റോബോട്ടല്ലല്ലോ, മനുഷ്യനല്ലേ, അയാൾ ഇമ്പ്രസ്ഡ് ആവാം. അപ്പോൾ അവർക്ക് നമ്മൾ ഒരു എന്താ പറയുക, ഒരു പയറ്റി നോക്കുകയാണിതൊക്കെ, ഓക്കെ, വർക്കൗട്ട് ആവുന്നതൊക്കെ, ഓക്കെ. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അയാൾക്കൊരു പോസിറ്റീവ് ഇമേജാണ്, അപ്പോഴും നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്ക് എക്സ്ട്രാ കിട്ടും. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് പറയാനാണ് ഞാൻ. പിന്നെ ആ 3 hours ഞാൻ പറഞ്ഞ പോലെ വെരി ക്രൂഷ്യലാണ്, പാനിക് ആവരുത്, ടെൻഷൻ ആവരുത്. ആ 3 hours എക്സാം അതാണ് അൾട്ടിമേറ്റ് നമ്മളിതുവരെ പഠിച്ച, അത് ആലോചിക്കുക, നമ്മളിതുവരെ പഠിച്ച കാര്യങ്ങളും ഇതുവരെ ചെയ്ത കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന 3 hours. അപ്പോൾ അത് മാക്സിമം യൂസ് തന്നെ ആയിരിക്കണം, അവിടെ വേറെ ഒരു ഇതും വരാൻ പാടില്ല. ഓക്കെ, സോ ദാറ്റ്സ് മൈ പോയിൻറ്റ്. ഇനി നമ്മളിപ്പം ഞാൻ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണമെന്നുള്ളതാണ്. നമ്മൾ പഠിച്ചതുമായിട്ട് ഇപ്പോൾ പല ആൾക്കാർക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറേ ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്കൊരു ഇതില്ല, സാറേ ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്കത് എന്തില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എടാ, നിങ്ങൾ പഠിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കാതെ പിന്നെ ആരാ നിങ്ങളെ വിശ്വസിക്കുക? നമ്മൾ പഠിച്ചതിൽ നമ്മളൊന്ന് ബിലീവ് ചെയ്യണ്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്, അല്ലേ? അപ്പോൾ നമ്മളതിൽ കൺഫ്യൂസ്ഡ് ആവരുത്. പല ആൾക്കാരുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചിട്ടുണ്ടോ ഇല്ലേ, അവർ ഇത്രയും പഠിക്കുന്നത്, ഞാൻ ഇങ്ങനെ പഠിച്ചാൽ മതിയോ, ഇത് ഓക്കെ ആവുമോ, പിന്നെ ഞാൻ കഴിഞ്ഞ തവണ പഠിച്ച പോലെ ഇപ്രാവശ്യം പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കെന്നെ അറിയില്ല, ഇത് എനിക്ക് തോന്നണില്ല, ഇതെന്താ അങ്ങനെയെന്നൊക്കെ. അതൊന്നും ചിന്തിക്കണ്ട, ഒന്നും വേണ്ട. കൂളായിട്ട് പോയി എക്സാം എഴുതി. നമ്മൾ ടെൻസ്ഡായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ചിന്തകളൊക്കെ വെച്ചിട്ട് എക്സാം എഴുതുമ്പോൾ അത് നല്ല എഫക്റ്റ് ചെയ്യും എക്സാമിന്. സത്യം പറയാം, എക്സാം എത്ര ഈസി ആയിട്ട് വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ നല്ല പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ ഫാക്ട്, മനസ്സിലാവുന്നില്ല. അപ്പം അതൊന്നും ചിന്ത വേണ്ട. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് സ്വയം ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യുക, അത്ര ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഹാർഡ് വർക്കിൽ നമ്മൾ ബിലീവ് ചെയ്യണം, നമ്മൾ ചെയ്തിട്ടുണ്ട് പരിപാടി, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പരിപാടി ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് എക്സാംസിന് എങ്ങനെ ടാക്കിൾ ചെയ്യാം, എക്സാംസ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിനനുസരിച്ച് അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഓക്കെ, റിസൾട്ടിനെ കുറിച്ച് ഓർക്കും ചെയ്തത്. ഇപ്പം ഞാൻ ഞാൻ വീണ്ടും തോറ്റാലോ, ഞാൻ തോൽക്കുമോ, അതും വേണ്ട. ഞങ്ങൾ ആദ്യം എക്സാം എഴുതി നന്നായിട്ട്, എന്നിട്ടല്ലേ തോൽവി ചെയ്യാൻ നിൽക്കുക. റിസൾട്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ റിസൾട്ടിനെ കുറിച്ചും ആലോചിക്കും ചെയ്യരുത്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ധോണി ആലോചിച്ചാൽ മതി. ധോണി ഒരിക്കലും റിസൾട്ടിനെ കുറിച്ച് നോക്കാറില്ല. ഈസ് ഓൺലി അബൌട്ട് ദി എന്താ പറയുക, ആ കളി മാത്രമേ അയാൾ ആലോചിക്കുന്നുള്ളൂ, ആ ഒരു മാച്ച് മാത്രമേ അയാളുടെ മനസ്സിലുള്ളൂ. അപ്പോൾ അതായിരിക്കണം നമ്മൾ ആ ഒരു എക്സാം ആയിരിക്കണം നമ്മുടെ മനസ്സിൽ 3 hours. ഞാൻ പറയുന്ന 3 hours എക്സാമാണ് അൾട്ടിമേറ്റ്, റിസൾട്ടിനല്ല. നമ്മൾ ആ 3 hours എക്സാം എത്രത്തോളം സൂപ്പറാക്കുന്നോ റിസൾട്ട് പോസിറ്റീവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, നമ്മളുടെ സ്റ്റഡീസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതാണ് സക്സസിൻ്റെ ഏറ്റവും ഫസ്റ്റ് പോയിൻറ്റ്. നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആ സാറ്റിസ്ഫാക്ഷനാണ് ആക്ച്വലി സക്സസ്. സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ സക്സസ് ഇല്ല. ആ സാറ്റിസ്ഫാക്ഷനാണ് ആക്ച്വലി ഹാപ്പിനെസ്. ആ സാറ്റിസ്ഫാക്ഷനാണ് ആക്ച്വലി കൂളാവുന്നത്, ടെൻഷൻ കുറക്കുന്നതൊക്കെ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തന്നെ വിശ്വസിക്കണം. ബിലീവ് ഇൻ യുവർ സെൽഫ്, ട്രസ്റ്റ് ദി പ്രോസസ്സ്. നമ്മൾ പാസ്സാവും, പാസ്സായിട്ട് അടങ്ങുള്ളൂ. നമ്മളിപ്പോൾ ഈ പരിപാടി ഇത് ഇവിടെ വെച്ചൊന്നും നിർത്തൂല. നമ്മൾ CMA ക്വാളിഫൈ, ഞാനിപ്പം ഇതിലോട്ട് ഇറങ്ങി ക്വാളിഫൈഡ് ആയതിൻ്റെ ശേഷം മാത്രമേ ഇനി വേറെ പരിപാടിയുള്ളൂ. ആ ഒരു ബിലീഫ് ഉണ്ടാകും. എന്ന് വെച്ചാൽ നിങ്ങൾ ക്വാളിഫൈഡ് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എക്സാം പാസ്സാവുന്നത് നിങ്ങളെക്കാട്ടി കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള പാരൻസാണ്. സത്യസന്ധമായിട്ട് പറയാം. കാരണം നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഒക്കെ പിന്നെ അതൊന്നുമല്ല. നിങ്ങൾക്ക് ആ എക്സാംസിൽ കിട്ടുന്ന ആ
പൈസയും വേണം. അതെല്ലാം പറയുന്നത് ഇപ്പോഴത്തെ നമ്മളിപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന കാര്യം, നിങ്ങൾക്ക് നല്ല ഒരു എന്താ പറയുക, പാസ്സായി, എക്സാംസൊക്കെ പാസ്സായി, CMA ക്വാളിഫൈഡ് ആയി നിൽക്കുന്ന, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതിനപ്പുറം ഒന്നുമില്ല. എന്നിട്ട് നല്ല ജോലി കിട്ടി, നമ്മൾ വെൽ സെറ്റിൽഡ് ആവുന്നത്, അവരൊക്കെ നന്നായി നോക്കുന്നത്, എന്തൊരു സാറ്റിസ്ഫാക്ഷൻ ആക്ച്വലി. അത് ആ സാറ്റിസ്ഫാക്ഷനാണ് സക്സസ്. അവിടെ പൈസ ഒന്നും പറയുന്നില്ല, പൈസ എത്രയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പൈസ വേണം, പൈസ ഒക്കെ വേണം, അതൊക്കെ നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് എ ക്വാളിഫൈഡ്. നമ്മൾ ക്വാളിഫൈഡ് ആയാലൊക്കെ നടക്കുള്ളൂ. അപ്പം അത് കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം അതനുസരിച്ച് ചെയ്യാൻ. ഓക്കെ, ആൻഡ് ഡോണ്ട് ബി ടെൻസ്ഡ്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, കൂളായിട്ടിരിക്കുക. കാരണം ടെൻഷൻ ചെറുതായിട്ടൊക്കെ നമ്മളെ എക്സാമെല്ലാം ഉണ്ടാവും. പക്ഷേ അത് ഓവർ തിങ്കിങ്ങിലോട്ട് പോയിട്ട് വേറെ എന്തൊക്കെയോ ചിന്തിച്ചിട്ട്, ചില ആൾക്കാരൊക്കെ ഇപ്പം തന്നെ ഡിസൈഡ് ചെയ്യും, ഞാൻ തോട്ടി റിസൾട്ട് എക്സാം കൂടി എഴുതിയില്ല, അപ്പോൾ തന്നെ പറയും ഞാൻ തോക്കും, മിക്കവാറും തോക്കുക. എന്തിനാ മനസ്സിൽ ചിന്തിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ? ജസ്റ്റ് ലീവ് ഇറ്റ്. അതിൻ്റെ വഴിക്ക് അതിനെ വിടുക. ആൻഡ് നമ്മൾ പണിയെടുത്തിട്ടുണ്ട്, സോ അതിനുള്ള റിസൾട്ട് നമുക്ക് തരും. ഓക്കെ, ജെന്യൂനായിട്ട് അപ്പോൾ പറയുന്നതാണ്, ജെന്യൂനായിട്ട് കാര്യമായിട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാര്യമായിട്ട് നമ്മൾ അതിനോട് ഒരു സത്യസന്ധമായിട്ട് നമ്മൾ അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ നമ്മൾ അതിന് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വിൽ ബി പോസിറ്റീവ്, ഡെഫിനറ്റ്ലി. ഓക്കെ, സോ ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ടേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് ഈസി. അപ്പം ഇനിയൊരു പോഡ്കാസ്റ്റ് എപ്പോഴാണെന്ന് അറിയില്ല. ആൻഡ് എന്തെങ്കിലും ടോപ്പിക്ക് സ്പെസിഫിക്കലി എന്തെങ്കിലും പോഡ്കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കമൻറ്റ്, എന്തിനെങ്കിലും കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. ആൻഡ് ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് ഐ എം സോ ഹാപ്പി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഫീഡ്ബാക്സും റിവ്യൂസൊക്കെ എൻ്റെ പേഴ്സണലി DM ദാറ്റ് മീൻസ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു തരും. ആൻഡ് ഐ ഫീൽ ലൈക്ക് എന്താ പറയുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ റെമ്യൂണറേഷൻ. പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, വൈ ആർ ടേക്കിംഗ് ദി ഫ്രീ ക്ലാസ്സസ്. പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഫ്രീ ക്ലാസ്സസ് ഇങ്ങനെ എടുക്കുന്നത്, പെയ്ഡാക്കി കൂടെ കുറേ ഫ്രീ ക്ലാസ്സസ് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അതിനിപ്പോൾ ഒരുപാട് റീസൺസ് ഉണ്ട്. വേറെ കാര്യം, റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഫോർ ദി ക്ലാസ്സസ്, ഫോർ ദി ഗൈഡ് ലൈൻസ് ആരും പറഞ്ഞു തരാനില്ല, ഒരുപാട് അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അറിയുന്നവർ വരെ പറയാത്തൊരു, ദാറ്റ് മീൻസ് നമുക്ക് അറിയുന്ന ആൾക്കാരും ഉണ്ടായിട്ടും നമുക്കത് ഹെൽപ്പ് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മളെ കൺസിഡർ ചെയ്യാതെ ഇരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനി ആർക്കും അങ്ങനെ ഉണ്ടാവരുത്. ദാറ്റ് മീൻസ് എല്ലാവർക്കും ഒരു ഹെൽപ്പ്, ഒരു പറ്റുന്ന രീതിയിലുള്ള സഹായം ഈ ഒരു ഫീൽഡിൽ ആൻഡ് ഗൈഡ് ലൈൻസ് കൊടുക്കാനും, അധികം പൈസയൊന്നും ഇല്ലാതെ ക്ലാസ്സസ് കാണാനും ഒക്കെയുള്ള, അധികം പൈസ എന്ന് പറഞ്ഞാൽ ഫ്രീ. ഞാൻ എൻ്റെ ക്ലാസ് അധികം ഫ്രീ ആണെന്നാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലാണ് അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ക്ലാസ്സൊക്കെ വെച്ചത്. അപ്പം ഇന്നലെ കുറേ ആൾക്കാരൊക്കെ റിവ്യൂസൊക്കെ പറഞ്ഞ്, ഫീഡ്ബാക്സൊക്കെ പറഞ്ഞ്, ആൻഡ് ഐ എം സോ ഗ്ലാഡ്. ഭയങ്കരമായിട്ട് സന്തോഷമായി. ഇന്നലെ നല്ല സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ. കുറേ നല്ലോണം ഹാപ്പി, നല്ലോണം മനസ്സ് നല്ലോണം ഹാപ്പി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ട് ഞാൻ കുറേ, എനിക്ക് ഹാപ്പി ആയാലും ടെൻഷൻ ആയാലും ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചായയിലാണ്, ടീ. എന്നാലും ഒരുപാട് ചായയും കുടിച്ചിട്ടുണ്ട്. ഞാൻ ചായക്കടയിൽ പോയിട്ട് തന്നെ ചായ കുടിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കുന്നത് ഭയങ്കര എൻ്റെ ഒരു റിലാക്സേഷനാണ്. അപ്പം ഞാൻ ഹാപ്പി ആയിട്ട് അത്രയും എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്സും അത് തന്നെയാണ് എൻ്റെ ഒരു മോട്ടിവേഷനും. അപ്പം നിങ്ങൾ ഇനിയും നിങ്ങളുടെ ഫീഡ്ബാക്സും അല്ലെങ്കിൽ സജഷൻ ഉണ്ടെങ്കിൽ അതും പറയാം. സജഷനൊക്കെ ഞാൻ എടുക്കാറുണ്ട്. ചില ആൾക്കാർ സജഷൻ പറയാറുണ്ട്, സോ അതും പറയാം. ആൻഡ് കമൻറ്റ് പറയാം. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഞാൻ പിന്നെ എന്നെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, ഓൾറെഡി ടൈം കഴിഞ്ഞ്. നമുക്കിനി ഒരു ഓൺലൈൻ മീറ്റപ്പ്, കഴിഞ്ഞ ഇതിൽ ഞാൻ പോഡ്കാസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു ഓൺലൈൻ മീറ്റപ്പ് ചെയ്യാം. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു ഓൺലൈൻ മീറ്റപ്പിൻ്റെ. ഇനിയും കമൻറ്റുകൾ ചെയ്യാത്തവർ, ആൻഡ് നമുക്കൊരു ഓൺലൈൻ മീറ്റപ്പ് വേണ്ടവർ ഓൺലൈൻ മീറ്റപ്പ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നമുക്കൊരു ഓൺലൈൻ മീറ്റപ്പ് കണ്ടക്ട് ചെയ്യാൻ വി ക്യാൻ ടോക്ക്. കുറേ ആൾക്കാർക്ക് സംസാരിക്കാണെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം പോലെ ചെയ്തിട്ട് നമുക്ക് തമ്മിൽ സംസാരിക്കാം പേഴ്സണൽ കാര്യങ്ങൾ. അപ്പം നമുക്ക് എക്സാമിൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. അപ്പം അത് നല്ല രസമായിരിക്കും. ആക്ച്വലി ഐ ഫീൽ അത് നല്ല രസമായിരിക്കും എന്ന് തോന്നുന്നു. നമുക്കത് ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണ്ടവർ, നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ, മീൻസ് ഓൺലൈൻ മീറ്റപ്പ് വേണം തോന്നുന്നുണ്ടെങ്കിൽ ഓൺലൈൻ മീറ്റപ്പിന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കുക, നന്നായി നോക്കുക, എക്സാംസ് സൂപ്പറാക്കുക, 3 hours അടിപൊളിയാക്കുക. എന്നാൽ പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു അറ്റംപ്റ്റുകളുള്ള, എന്നാൽ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പരിപാടികളും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് ഐ എം സോ ഗ്ലാഡ് ഫോർ ദാറ്റ്. ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്സ്, റിവ്യൂസൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതും എനിക്കൊരു സന്തോഷമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും അടിപൊളിയാണ്. നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് പാസ്സാകാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി നമ്മൾ പാസ്സായിരിക്കും. ഇത് കഴിഞ്ഞിട്ടേ വേറെന്ത് പരിപാടി, എന്നെ പോലെ ഞാനും ഇത് കഴിഞ്ഞിട്ടേ വേറെ എന്ത് പരിപാടി ഉള്ളൂ എന്ന് ഡിസൈഡ് ചെയ്ത ആളാണ്. ആൻഡ് ഐ എം സ്റ്റിൽ റണ്ണിങ് ഫോർ ദാറ്റ്. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഞാൻ എൻ്റെ പാരൻസിനെ ക്വാളിഫൈഡ് ആയിട്ട് ഞാൻ പ്രൗഡാക്കും അവരെ. ദാറ്റ് മീൻസ് എൻ്റെ മകൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെന്ന് അവർ പറയും. അത് ഞാൻ ആക്കും എന്നുള്ളത്
ഞാൻ ഡിസൈഡ് ചെയ്ത കാര്യമാണ്. സോ നമ്മളെല്ലാവരും അങ്ങനെ ഡിസൈഡ് ചെയ്യണം. ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ ഓടി എത്ര ക്രൈറ്റീരിയ, എത്ര സ്ട്രഗിൾസ് വന്നാലും, എത്ര ഹഡിൽസ് അതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ചാടിക്കടന്ന് നമ്മൾ ആയിരിക്കും. ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ആൻഡ് എ ഹഗ് ഫോർ യു. എല്ലാവർക്കും ഒരു ഹഗ്. ഓക്കെ, എനിക്കിപ്പോൾ ഡയറക്റ്റ് തരാൻ പറ്റില്ല. സോ ഹഗ് ബിഫോർ ഒരു ഇത് ആൻഡ് ഐ ഹഗ് ഫോർ യു. താഴെ ഹഗ്ഗും കമൻറ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് ഹഗ് ഫോർ യു. ഓൾ ദി ബെസ്റ്റ്. ടാറ്റ ബൈ ബൈ ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ആൻഡ് അടുത്ത എപ്പോഴെങ്കിലും അടുത്ത പോഡ്കാസ്റ്റിലൊക്കെ ആയിട്ട് കാണാം.